ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിനു മുന്നേ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതിനു മുന്നേ എക്സാമിന് ചോദിച്ച ഒരുപാട് തവണ ചോദിച്ചൊരു പാറ്റേൺ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് അവർ ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ എന്താ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. എ സം ഓഫ് മണി എന്ന് പറയുമ്പോൾ നോർമലി ഒരു പ്രിൻസിപ്പളിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡ് അല്ലെ. എ സം ഓഫ് മണി അമൗണ്ട്സ് ടു ₹6,200 in 2 years. അപ്പൊ നമ്മൾ നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ 6,200 എമൗണ്ട് ആയിട്ട് മാറും. ആൻഡ് 7,400 in 3 years. 3 വർഷം കഴിയുമ്പോൾ 7,400 ആയിട്ട് മാറും അല്ലെ. ആസ് പെർ സിമ്പിൾ ഇൻട്രസ്റ്റ് ദ പ്രിൻസിപ്പൽ ഈസ്. അതായത് നമുക്ക് ഇതിനൊന്ന് പിക്ചറൈസ് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ഒരു തുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ അത് 6,200 രൂപയും 3 വർഷം കഴിയുമ്പോൾ, അപ്പൊ ഇനി 1 വർഷം കഴിഞ്ഞാൽ മതിയോ, കാരണം ഓൾറെഡി 2 വർഷം കഴിഞ്ഞില്ലേ, അത് 7,400 രൂപയായിട്ട് മാറും ആണല്ലോ. നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ട പണി ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഈ എക്സ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പറഞ്ഞ എക്സ് എന്ത് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ ഓക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 7,400 മൈനസ് 6,200 ചെയ്യുമ്പോൾ എനിക്ക് 1,200 കിട്ടും അല്ലെ. 1,200 രൂപ കിട്ടും. ഈ 1,200 രൂപ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാമത്തെ വർഷത്തിൽ നിന്ന് 3ാമത്തെ വർഷത്തിലോട്ട് പോയപ്പോൾ കിട്ടി എനിക്ക് എക്സ്ട്രാ എമൗണ്ട്, ദ അഡീഷണൽ മണി. അത് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പൊ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലെ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 1,200. ഈ 6,200 എന്തുണ്ടാവും, 2 വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം അത് 2 വർഷം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അല്ലേ അല്ലെ. സോ 2 into 1,200 ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 2,400 എന്ന് കിട്ടും. അത് ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6,200 നിന്ന് മൈനസ് 2,400 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3,800 എന്ന് കിട്ടും. ഇതാണ് പ്രിൻസിപ്പൽ. കാര്യം മനസ്സിലായോ? അതാണ് പ്രിൻസിപ്പൽ. അതാണ് 3,800 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ. കാര്യം മനസ്സിലായില്ലേ? വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇക്വേഷന്റെ പിന്നാലെ പോയി വെറുതെ സമയം കളയണ്ട. ഓക്കെ, സോ